വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് LBSന്റെ പുതിയ അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. NRI സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ സൈറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും. അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആൻഡ് എലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസ് 2025-26 NRI അലോട്ട്മെന്റ് പബ്ലിഷ്ഡ്. അതോടൊപ്പം തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ജനറൽ സ്പെഷ്യൽ അലോട്ട്മെന്റ് ഫ്രം October 14 to October 16 ആൻഡ് അലോട്ട്മെന്റ് ഓൺ October 17. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്നത് NRI അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. NRI അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ലോഗിൻ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രൊഫൈലിൽ കാണാൻ വേണ്ടി സാധിക്കും. അലോട്ടഡ് കാൻഡിഡേറ്റ് ഷുഡ് റിപ്പോർട്ട് ടു ദ റെസ്പെക്റ്റീവ് കോളേജ് ഓൺ ഓർ ബിഫോർ October 16 along with the allotment memo and original documents after paying the required fee if not paid earlier. മുന്നേ നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടയ്ക്കേണ്ട. ഓൾറെഡി അടയ്ക്കാത്ത കുട്ടികൾ ഇനി അടയ്ക്കണം. ടോക്കൺ ഫീസ് അടച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഓൺലൈൻ ആയിട്ടാണ് അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് അലോട്ട്മെന്റ് മെമ്മോ വരുന്നതായിരിക്കും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കുക. അതുപോലെ ഒറിജിനൽ ഡോക്യുമെന്റ്സും കൊണ്ടുവേണം നിങ്ങൾ കോളേജിലേക്ക് പോകാൻ. നിങ്ങൾ ബാങ്ക് വഴി ചെല്ലാനായിട്ടാണ് ടോക്കൺ ഫീസ് അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ 24 hours കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് അലോട്ട്മെന്റ് മെമ്മോ അപ്ഡേറ്റ് ആയി വരികയുള്ളൂ. അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ഡയറക്റ്റ് കോളേജിൽ പോയി തന്നെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ സീറ്റ് ക്യാൻസൽ ആകുകയും അതുപോലെ തന്നെ മുന്നോട്ടുള്ള ഒരു അലോട്ട്മെന്റിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധിക്കുകയില്ല. കോളേജിൽ പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ NRIക്ക് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. NRI ഡോക്യുമെന്റ്സ് ഇല്ലാത്ത കുട്ടികളെ അഡ്മിഷൻ എടുപ്പിക്കുകയില്ല. അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ കോളേജസിൽ ഏത് സബ്ജക്റ്റിനാണ് കിട്ടിയിട്ടുള്ളത് എന്നതൊക്കെ നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. അതോടൊപ്പം നമുക്ക് വന്നിരിക്കുന്ന അടുത്ത നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെന്റ്. നിങ്ങൾക്കിപ്പോൾ അടുത്ത ഓപ്ഷൻസ് വെക്കാൻ വേണ്ടി സാധിക്കും. അതായത് NRI സ്റ്റുഡൻസിനല്ല, മറ്റ് എല്ലാ കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനും പുതുതായിട്ട് ഓപ്ഷൻസ് വെക്കാനുള്ള സമയം വന്നിട്ടുണ്ട്. October 14 2 മണി മുതൽ October 16 വരെ നിങ്ങൾക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതായത് ബാക്കി എല്ലാ കാറ്റഗറി സ്റ്റുഡൻസിനും ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിനുശേഷം 17 തീയതി നമുക്ക് അടുത്ത അലോട്ട്മെന്റ് വരുന്നതുമായിരിക്കും കേട്ടോ. നിങ്ങൾ കോളേജിൽ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലെ ഫീസ് എല്ലാം കയ്യിൽ കരുതിയിട്ട് വേണം പോകേണ്ടത്. ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം പ്രോസ്പെക്ടസിലും ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുപോലെ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പെർമനന്റ് ആയിട്ട് തുടരണം. അതോടൊപ്പം നിങ്ങൾക്ക് മുന്നോട്ടുള്ള അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ അലോട്ട്മെന്റ് കിട്ടിയിട്ട് പോയി അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾക്കും മുന്നോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അത് എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം. നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ സൈഡിലായിട്ട് ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നതിൽ ലോഗിൻ പ്രസ് ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. പാസ്വേഡ് പറന്നു പോയിട്ടുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്ത് പാസ്വേഡ് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെ ലോഗിൻ ചെയ്ത് പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അപ്ഡേറ്റ്സ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.